ശബരിമലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ പൈങ്കുനി ഉത്ര മഹോത്സവം നടക്കുകയാണ്. തിരുവുത്സവ പ്രഭയിലാണ് വിശിഷ്ടമായ ചടങ്ങുകളോടെ ശബരിമല സന്നിധാനം. ഇപ്പോൾ നാളെയാണ് അയ്യപ്പസ്വാമിക്ക് പള്ളിവേട്ട. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയാണ് 8ാം ഉത്സവ ദിവസമായ ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി, ഇന്ന് തിരക്കുണ്ടോ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ സമാനമാണ് ഇന്നും തിരക്ക്. വലിയ തിരക്കില്ല. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. നട തുറന്ന് ഇന്ന് വരെ എത്തിയ ഭക്തജനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുപോലെ സുഗമമായ ദർശനം നടത്തി നിർവൃതിയോടുകൂടി സന്തോഷത്തോടുകൂടി മടങ്ങുകയാണ്. ഇന്നും സമാനമായ സാഹചര്യമാണ്. രാവിലെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ 18ാം പടി സുഗമമായി കയറി ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നു. വിശിഷ്ടമായ ചടങ്ങുകൾ ദർശിച്ച് വിളക്കിനെഴുന്നള്ളിപ്പും ഉത്സവബലിയും എല്ലാം ദർശിച്ച് നിർവൃതിയോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം. നാളെയാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത്. ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വനത്തിലാണ് പള്ളിവേട്ട നടക്കുന്നത്. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. നാളെ ശ്രീഭൂതബലിക്കും വിളക്കിനെഴുന്നള്ളിപ്പിനും ശേഷം പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. ആനപ്പുറത്താണ് ദേവൻ എഴുന്നള്ളുക. ഒപ്പം അമ്പും വില്ലുമായിട്ട് കുറുപ്പുമാരും വേട്ടക്കുറുപ്പുമാരും മറ്റും ഉണ്ടാകും, ഒപ്പമുണ്ടാകും. നാളെ പള്ളിവേട്ട എഴുന്നള്ളത്തിന് പോകുന്ന സമയം വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടാവുകയില്ല. തിരികെ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ വേട്ട കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങളോട് കൂടിയായിരിക്കും തിരികെ എഴുന്നള്ളത്ത്. വേട്ട കഴിഞ്ഞു അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ നാളെ ശ്രീകോവിലായിരിക്കില്ല ഭഗവാന്റെ പള്ളിയുറക്കം. ശ്രീകോവിലിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ, ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിന്റെ ഒരു വശത്തായിട്ടുള്ള പ്രത്യേക മുറിയിലാണ് നാളെ ഭഗവാന് പള്ളിയുറക്കം ഉണ്ടാവുക. നാളെ പള്ളിവേട്ട പ്രധാനപ്പെട്ട ചടങ്ങ് ഏപ്രിൽ 11-ാം തീയതി ഭഗവാന്റെ തിരു ആറാട്ട് പമ്പയിൽ നടക്കും. രാവിലെ 9 മണിയോടുകൂടി ചടങ്ങുകൾ പൂർത്തിയാക്കി, ആറാട്ട് ബലിയടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. അതിനുശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര തിരികെ സന്നിധാനത്തേക്ക് പുറപ്പെടും. രാത്രിയിൽ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് 10 ദിവസത്തെ ഭഗവാന്റെ ഉത്സവത്തിന് കൊടിയിറങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും തിരക്ക് കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ സന്തോഷം ഭക്തജനങ്ങൾ എല്ലാം. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം മറ്റന്നാളാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിഷു കൂടി വരാനിരിക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഇന്നുകൂടി തിരക്ക് കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ അങ്ങോട്ട് വലിയ തിരക്കെന്നാണോ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 10-ാം തീയതിക്ക് ശേഷം തിരക്കുണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ദേവസ്വം ബോർഡിനുള്ളത്. നാളെ മുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വലിയ തിരക്കും പ്രതീക്ഷിക്കുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ് എല്ലാ വർഷവും. അതുകൊണ്ട് തന്നെ വിഷുവിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തും എന്നുള്ള വിലയിരുത്തലുണ്ട്. 14-ാം തീയതിയും 13-ാം തീയതിയും ഒക്കെ ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ ഉത്സവ നാളുകളിൽ കുറവാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുമൊക്കെയായി കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സമാനമായ രീതിയിൽ വിഷു ദിവസങ്ങളോട് അനുബന്ധിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ, കൂടുതൽ വിഭാഗങ്ങളോട് കൂടുതൽ ക്രമീകരണങ്ങൾ, വിപുലമായ ക്രമീകരണങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഈ 18 ദിവസം നട തുറന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളെ മുഴുവൻ 18ാം പടി കയറി എത്തുന്ന ഭക്തജനങ്ങളെ മുഴുവൻ നേരത്തെ മീനമാസ പൂജാ സമയത്ത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നേരിട്ടുള്ള ദർശന ക്രമീകരണം നടത്തിയിരിക്കുന്നു. ഈ ദർശന ക്രമീകരണത്തിന് ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. ക്രമീകരണം വലിയ രീതിയിൽ തന്നെ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇനി തിരക്കുള്ള ദിവസങ്ങളിലായിരിക്കും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക. അത് വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ മാറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള പ്രത്യേക ചടങ്ങുകൾ ഉച്ചപൂജ രാവിലെ 10:30 നടക്കും. ഉത്സവബലി നേരത്തെ നടത്തുന്നത് കൊണ്ട് തന്നെ ഉച്ചപൂജ രാവിലെ 10:30 തുടങ്ങും. കളഭാഭിഷേകവും കലശാഭിഷേകവും കൂടി ഉച്ചപൂജ 10:30 11:30 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും. 2.5 മണിക്കൂറോളം ഉത്സവബലി ചടങ്ങുകളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉത്സവബലി ദർശനം. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജയുണ്ട്. 7:45 മുളപൂജ, 9 മണിക്ക് ശ്രീഭൂതബലി,
9:30-ക്കാണ് പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങിനായ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷമാണ് വിളക്കിനെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്. 1 മണിക്കൂറോളമുണ്ട്. 10:30-ക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇതാണ് ഇന്നത്തെ പ്രത്യേക ചടങ്ങുകൾ. ഈ വിളക്കിനെഴുന്നള്ളിപ്പും ഉത്സവബലിയുടെയും എല്ലാം സമയത്ത് ഭക്തജനങ്ങൾ ശരണം വിളികളോടെ സന്നിധാനത്ത് തിരുമുറ്റത്ത് സന്നിഹിതരായി നിൽക്കുമ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്നത്. ഭഗവാന്റെ വിശിഷ്ടമായ ഉത്സവ ചടങ്ങുകൾ, ഉത്സവബലി ദർശനം ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്തജനങ്ങൾക്ക് കണ്ടു തൊഴുന്നതിനുള്ള അവസരമുണ്ട്. വൈകിട്ട് വിളക്കിനെഴുന്നള്ളിപ്പ് സമയം ശരണമന്ത്രങ്ങളാൽ മുഖരിതമാവുകയാണ് സന്നിധാനം. മനം നിറയെ അയ്യപ്പസ്വാമിയെ ഭജിച്ചു നിൽക്കുന്ന, അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചു നിൽക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് തത്വമസി എന്ന പൊരുള് ആപ്തവാക്യം യാഥാർത്ഥ്യവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വിളക്കിനെഴുന്നള്ളിപ്പ് വിശിഷ്ടമായ ചടങ്ങുകളുടെ സമയത്തെല്ലാം സന്നിധാനത്ത് നിന്നും കാണുന്നത്. അങ്ങനെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം 18ാം പടി കയറി എത്തുന്ന ഭക്തർ എത്രത്തോളം സന്തോഷത്തോടെയാണ്, എത്രത്തോളം ആത്മനിർവൃതിയോടുകൂടിയാണ് 18ാം പടി കയറി എത്തുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേതൊക്കെ പോലെ തന്നെ 18ാം പടി തൊട്ട് തൊഴുത് വണങ്ങി സാവധാനം മുന്നോട്ട് കയറി വരുന്ന, ഓരോ പടിയും തൊട്ട് തൊഴുതി കയറി വരുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപൂർവമായി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം സിദ്ധിക്കുന്നത്. വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊന്നും ഇങ്ങനെ തൊട്ട് തൊഴുതൊന്നും, എല്ലാ പടികളും തൊഴുതൊന്നും കയറി വരുന്നതിനുള്ള സാഹചര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ ഉത്സവത്തിന്റെ അതായത് 18 പടികളും തൊട്ടു തൊഴുത് തിരക്കൊന്നുമില്ലാതെ പടികയറി വന്ന് നേരിട്ട് അയ്യനെ ദർശിക്കാൻ അതിനും സമയമുണ്ട്. കാരണം സാവധാനം, സാധാരണ തീർത്ഥാടന കാലത്തെന്ന പോലെ പെട്ടെന്ന് വണങ്ങി തൊഴുതു പോവുക എന്നതിനപ്പുറം അല്പസമയം അവിടെ നിന്ന് തൊഴുതു പോകാനുള്ള സമയം കിട്ടുന്നു. ഈ ഭക്തരെത്ര ഭാഗ്യവാന്മാരാണ്, അവരോട് ചോദിക്കും. തീർച്ചയായും അവരുടെ സന്തോഷത്തിന്റെ നിർവൃതി അതെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആ വാക്കുകളിൽ, അവരുടെ വാക്കുകളിൽ നിന്നും കേട്ടത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. തൊഴുതോ? തൊഴുതു. എങ്ങനെയുണ്ടായിരുന്നു സുഖദർശനം സാധ്യമായതിന്റെ സന്തോഷം? നന്നായിരുന്നു, ഭംഗിയായിട്ട് വരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ദർശനം. ഈ ഉത്സവ സമയത്തുള്ള ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കില്ലാണ്ട് ദർശനം. പക്ഷെ പൊതുവെ കാഴ്ചയിൽ അന്യസംസ്ഥാനക്കാരാണ് കൂടുതൽ, നമ്മുടെ നാട്ടുകാരേക്കാൾ കൂടുതൽ ദർശനത്തിന് എത്തുമ്പോൾ ഇതുപോലെ സുഗമമായിട്ടുള്ള ദർശനം സാധ്യമായിട്ടുണ്ട്. ഞാൻ ഉത്സവ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. മണ്ഡലകാലത്തൊക്കെ വരുമ്പോൾ വലിയ തിരക്കല്ലേ? മണ്ഡലകാലത്ത് തിരക്ക്. അത് കഴിഞ്ഞ് മണ്ഡലകാലത്ത് വരവ് നിർത്തി മാസപൂജയ്ക്കാക്കി മാറ്റി വരവ്, അങ്ങനെയാക്കി. അതിൽ വളരെ സൗകര്യമാണ്. ഇതിപ്പോൾ ഞാനുണ്ട്, ഇപ്പോൾ എൻ്റെ മകനുണ്ട്. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ദർശനം നടത്തി, പറയാതിരിക്കുന്നതിൽ സ്വാമിശ്വരന് ഭംഗിയായി നടന്നത്. ഇതുപോലെ സമാനമായ രീതിയിലുള്ള വാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങളിൽ നിന്നെല്ലാം കേൾക്കുന്നത്. അത്രത്തോളം ആത്മസംതൃപ്തിയോടുകൂടി, ആത്മനിർവൃതിയോടുകൂടിയാണ് ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം. നേരത്തെ മണ്ഡലകാലത്തൊക്കെ വലിയ തിരക്കുള്ള സമയത്തൊക്കെ വരുമ്പോൾ ഇത്രയും സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കൊന്നും സാധ്യമാവുകയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ എത്തുമ്പോൾ സുഗമമായ ദർശനം, പരമാവധി സമയം അയ്യപ്പസ്വാമിയെ കാണുന്നതിനുള്ള സൗകര്യം, നേരത്തെ പറഞ്ഞതുപോലെ 18ാം പടി തൊട്ട് തൊഴുത് വണങ്ങി കയറി വരുന്നതിനുള്ള സൗകര്യം, ആ ഒരു ഭാഗ്യമൊക്കെയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉള്ളത്. പ്രത്യേകം പറയേണ്ടത്, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ധാരാളമായി എത്തുന്നുണ്ട്. അവധിയൊക്കെയാണ്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും ഒരുപക്ഷെ കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളമായി എത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട്. മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്നത് ഈ ദിവസങ്ങളിലാണ്. മണ്ഡല കാലത്തേക്കാൾ കൂടുതൽ ഈ മാസപൂജ സമയത്തും ഒപ്പം ഉത്സവം, വിഷു, ഓണം അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലാണ് സാധാരണ മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നത്. ആ കാഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും കാണുന്നുണ്ട്. മാളികപ്പുറങ്ങൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. അമ്മ ഇവിടുന്ന് വരുന്നേ? സുഖമായി ദർശനം നടത്തി. സന്തോഷമാണ്. സുഖമായ ദർശനം നടത്തി. അതെ, സുഖമായിട്ട് നിന്ന് തൊഴുതു, കുറച്ചു നേരം നിന്ന് തൊഴുതു. അതിന്റെ വലിയൊരു സന്തോഷം. എത്ര പേരടങ്ങുന്ന സംഘമായിരുന്നു? ഞങ്ങൾ 4 പേര്. മോൻ്റെ മോനും മോളെ മോനും. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നല്ലോ ഇന്നലെ? ഇന്നലെ മഴ ഉണ്ടായിരുന്നു. മലകയറ്റമായിരുന്നു അല്ലേ? സന്നിധാനം ഇപ്പോൾ മഴയും ഉണ്ട്. ഇടയ്ക്ക് മേഘാവൃതമായ അന്തരീക്ഷമാണ് രാവിലെയും. ഇന്നലെ മഴ പെയ്തു. ഇന്നലെ തുടർച്ചയായ മഴയാണ്, കനത്ത മഴയായിരുന്നു. മിന്നലോട് കൂടിയ മഴ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വേനൽ മഴ പെയ്തതിൻ്റെ ആശ്വാസമൊക്കെ ഭക്തർക്ക് ഉണ്ട്. എന്തായാലും ഇന്നും മഴ ഉണ്ടാകുമെന്ന് തോന്നുന്നു. മേഘാവൃതമാണ് രാവിലെയും. കാലാവസ്ഥ മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ട്.
ഇനി വരും ദിവസങ്ങളിൽ നാളെ മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ ധാരാളമായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തിരക്ക് കൂടുതൽ ഉണ്ടായാൽ അതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നെന്ന് പറയുന്നു. 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ഭക്തജനങ്ങളെ മുഴുവൻ ഫ്ലൈ ഓവറിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തിരക്ക് നിയന്ത്രണ ശബരിമല സന്നിധാനം നാളെ അയ്യപ്പസ്വാമിക്ക് പള്ളിവേട്ടയാണ്. മറ്റന്നാളാണ് ഉത്സവ ദിവസം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.